രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണ് ഈ വോട്ടെണ്ണൽ ദിനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ. ശരിക്കും നാണക്കേട് തോന്നുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് ഓർത്തിട്ട്. കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ, ചില പ്രമുഖ ചാനലുകൾ നടത്തിയ ഒരു വ്യാജ പ്രചരണമാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ. അതായത് NDAയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണി ഒട്ടും പിന്നിലല്ല, ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരു ലീഡ് നിലയിൽ ഒരു ചെറിയ വ്യത്യാസം വരുമ്പോൾ തന്നെ അത് വലിയ ഒരു പ്രചരണത്തിലേക്ക്, അതായത് BJP കൂപ്പുകുത്തും, NDAക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ അവരുടെ ഫാൻസിന്റെ ഇടയിലും റീച്ച് കൂട്ടാനുള്ള ചീപ്പ് പരിപാടികളാണ് ഇപ്പോൾ കേരളത്തിലെ പല ചാനലുകളും മാധ്യമങ്ങളും നടത്തുന്നത്. കഴിഞ്ഞ 1.5 മണിക്കൂറായി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങി. കേരളത്തിൽ പലയിടത്തും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വ്യക്തമായ ലീഡ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 30,000-ലധികം ലീഡ് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലീഡ് നില കുറഞ്ഞപ്പോഴേക്കും അത് ആഘോഷമാക്കുകയായിരുന്നു പല ചാനലുകളും. ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികളിലൂടെ നമുക്കിതിന്റെ പൂർണ്ണമായ ചിത്രം അറിയണമെങ്കിൽ അത് എങ്ങനെയോ വന്നോട്ടെ, ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. എങ്ങനെയുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ പോലും ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടുകയുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും ലീഡ് നിലകൾ പറയാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാം. പക്ഷെ അതൊരു വ്യാജ പ്രചരണത്തിലേക്ക് പോയി. BJP വ്യക്തമായ ലീഡ് ദേശീയ മാധ്യമങ്ങളിൽ ലഭിച്ച വ്യക്തമായ ലീഡിൽ മുന്നേറുമ്പോൾ അതിനെ ഒരു നെഗറ്റീവ് പ്രചരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. എന്തായാലും മറ്റൊരു വാർത്ത, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF-ലെ 2 സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച മട്ടിലാണ്. അത് ഒന്ന് ഡീൻ കുര്യാക്കോസും രണ്ടാമത്തേത് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം ലീഡ് നില ഉറപ്പിച്ച ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നതിന് ഒരു ഉറപ്പ് വരുത്തി തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ലീഡ് നില പോകുന്നത്. തൃശ്ശൂരിൽ വളരെ ശക്തമായ ഒരു ലീഡിലേക്ക് പോവുകയാണ് സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. അതിനിടയിൽ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരും തമ്മിൽ ലീഡ് നിലകൾ മാറി മറിയുകയാണ്. ചില അവസരങ്ങളിൽ ശശി തരൂർ മുന്നിൽ നിൽക്കുന്നു, മറ്റു ചില അവസരങ്ങളിൽ വ്യക്തമായ ലീഡ് നേടി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വരുന്നു. ആരായിരിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും കേരളത്തിൽ UDF-നാണ് ഇപ്പോൾ വ്യക്തമായ ലീഡുള്ളത്. വടകരയിലും തൃശ്ശൂരും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ്. വടകരയിൽ ഷാഫി പറമ്പിലിനാണ് ലീഡ്. തൃശ്ശൂരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ലീഡ് നില മാറി മറിയുകയായിരുന്നു. പക്ഷേ തൃശ്ശൂർ ഇപ്പോൾ ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. സുരേഷ് ഗോപി 10,000-ലധികം വോട്ടുകൾക്ക് മുന്നേറുകയാണ്. എന്തായാലും ഒരു 1-2 മണിക്കൂറുകൾക്ക് ശേഷം വളരെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ഒപ്പം വാരണാസിയിൽ നരേന്ദ്രമോദി തന്റെ ലീഡ് നില ഉറപ്പിച്ച് മുന്നേറി വരികയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും നമുക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനകം വ്യക്തമായ ചിത്രം എന്താണ് ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം കേരളത്തിൽ നിന്നും അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.